ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു SBI അല്ലാണ്ട് വേറെ എന്തെങ്കിലും വർക്ക് ഇയാൾ ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു മീറ്റിംഗ് ആണ് ഇന്ന്. അപ്പോൾ ചെറിയൊരു കുട്ടി വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ആ പ്രൊഡക്റ്റിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കൊച്ചു വ്ളോഗ് ഇട്ടാൽ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, ഒരു വഴിയായ കാരണം ഇവിടുന്ന് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കഴിച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എപ്പോഴും വീട്ടിൽ നിന്ന് എടുക്കണം എന്ന് വിചാരിക്കും, എനിക്ക് സാധിക്കലില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് ബാക്കി കാണാം. അപ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലേറ്റാണ്. അതിനെ എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പൊതുവെ ലേറ്റാണെന്ന്. പക്ഷേ നല്ലൊരു 8-ന്റെ പണി കിട്ടിയത് എന്താണെന്നറിയോ? ഒന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ണുങ്ങോട്ട് തുറക്കൂലേ, തുറന്ന പാടന്നെ എൻ്റെ കണ്ണിലേക്ക് എന്തോ വീണിട്ടാ, എന്തോ ഒരു കച്ചറ വീണ്. നമ്മൾ ഉറക്കത്തുനിന്ന് ഇങ്ങനെ കണ്ണുങ്ങോട്ട് തുറക്കുന്ന ആ സമയത്ത് തന്നെ കണ്ണുക്ക് കറക്റ്റ് എന്തോ ഒരു സാധനം വീണ്. ആ വീണതിൽ കിട്ടിയ പണിയാണ്. കണ്ണും കണ്ടുകൊണ്ട് നീർന്നിട്ടില്ല, ഒരു എന്തോ പോലെ ഇങ്ങനെ അസ്വസ്ഥത, അങ്ങനെ കണ്ണിങ്ങനെ തന്നെ ഒരു ഉഷാർ കിട്ടുന്നില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ, എന്താ വീണതൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും നമുക്ക് പോയേക്കാം. ഏതായാലും നേരം വയ്ക്കിയതല്ലേ, പകുതിയോളമായിട്ടുണ്ട് പരിപാടിയൊക്കെ. പിന്നെ ഒരു വരുമാനം വേണം. ഏകദേശം നിർത്തി പോരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോ ഒരുമിച്ചിട്ടാണ് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ വലിയൊരു താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവരിവിടെ ഇല്ലാത്ത സമയത്താണ് ഞാൻ ഇതിൽ വന്നത്. അപ്പൊ എന്തായതാണെന്ന് അറിയാത്തതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. നമ്മള് വന്ന് കണ്ടപ്പോ എന്നെക്കാളും ഉഷാറായി. അപ്പൊ അവർക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും TC ഇന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വ്യത്യാൻ നോക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ടും വേണം. ചേച്ചിയുടെ ബിസിനസിന്റെ കിട്ടുന്ന ഇൻകം മുഴുവൻ ചേച്ചിന്റെ 5 കാശിന് ചെലവാക്കില്ല, ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ചേച്ചിയുടെ വെച്ചിട്ടുണ്ട്, അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ള, അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കാൻ ചേച്ചി. എന്താണ് ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടില്ല, അതിന് വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് നമ്മൾ ഫാസ്റ്റാക്കറോ അതൊന്നും കണ്ടിട്ട് വന്നതല്ല സത്യം പറഞ്ഞു. അതിനെ പറ്റിയിട്ടൊന്നും പിന്നെ നമ്മളെ ലീഡറായിട്ടുള്ള ശശിയേട്ടൻ്റെ കുറച്ച് മോട്ടിവേഷൻ സ്പീച്ച് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എത്തിയത് ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ മുന്നേ സംസാരിച്ചതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അതിന് ശേഷം സംസാരിച്ചതാണെങ്കിലും ഞാൻ അധികമൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടമാവോ എന്തോ എങ്ങനെ ഒന്നും നമുക്കറിയില്ലല്ലോ. പിന്നെ ഈ നമ്മളൊരു ടീം മീറ്റിംഗ് ആണിത്, ഇതിൻ്റെ വൈബിൽ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വൈകുന്നേരം വരെ ഉണ്ട് മീറ്റിംഗ് എന്നായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നില്ല എന്ന് പിന്നെ മനസ്സിലായത്. നമുക്ക് ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. വൈകുന്നേരം വരെ ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ലീഡേഴ്സിന് മാത്രമാണ് മീറ്റിംഗ് ഉണ്ടായത്. പിന്നെന്താണ് മക്കളെ കിട്ടിയ ചുരുക്കി പറഞ്ഞാല് ഒരു ടെൻഷൻ ഇല്ലാത്തൊരു ലൈഫ് അല്ലെ. എല്ലാ കാര്യങ്ങളും നമ്മൾ കോടികൾ ബാങ്കിലെ ആസ്തി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വന്നോട്ടെ, ഇതിന് വീടുകളൊന്നുമില്ല. പക്ഷെ ഈ കോടികൾ വരുന്നതിന് മുന്നേ നമുക്കൊരു ആഗ്രഹം എന്താണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞ് നമ്മളെ മെയിൻ ലീഡർ ആയിട്ടുള്ള നമ്മുടെ ടീമിന്റെ നെടുന്തൂണായിട്ടുള്ള നമ്മളെ അൽത്താസാറിന്റെ കുറച്ച് സ്പീച്ചൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ച് നേരെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വ്ളോഗായിരുന്നു. അപ്പം അത് ഇയാളും കൂടെ കൂടിയിട്ടുണ്ട് ബാക്കിയുള്ള വീഡിയോ ഒക്കെ. അപ്പോൾ ഒരു കുട്ടി വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വ്ളോഗായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് വൈകുന്നേരം വരെ ഉണ്ടെന്ന്. അതിന് മുന്നേ പരിപാടിയുള്ള സമയത്തും വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു പരിപാടി. അപ്പോൾ വൈകുന്നേരം വരെ എന്ന് വിചാരിച്ചത്, പക്ഷെ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പോന്ന്.
അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. അപ്പം അതിനുവേണ്ടി ജസ്റ്റ് ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു വീഡിയോ എടുത്താൽ ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്നുണ്ട്. ഫോൺ എടുക്കല്ല പോലെ ഇതോടാണ് അവനെ വെച്ച് വീഡിയോ എടുക്കാത്ത, അവനൊന്നും പറയാൻ സമ്മതിക്കൂല ഗൈസ്. ഞാൻ വരുന്ന വരവിൽ വഴിന്നൊക്കെ സംസാരിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പറ്റിയില്ല, ആൾക്കാരിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നിട്ട് സാവധാനത്തിൽ എടുക്കാൻ വിചാരിച്ചു. ആൾ ഉറങ്ങുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ എണീറ്റിരിക്കണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്ന ഒരു കുട്ടി വ്ളോഗായിരുന്നു. മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ കുറച്ച് പേര് സംസാരിച്ചതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലേറ്റ് ആയിട്ടാണല്ലോ എത്തിയത്, ആ സമയത്ത് കുറച്ച് പേര് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റിൽ ഡൺ, ബൈ. ഇത് ഞാൻ കാണിക്കാൻ മറന്നിട്ടായി രണ്ടോ കേസിങ്ങളെ. ഞാൻ കടയിൽ കയറിയപ്പോഴേ എൻ്റെ ഒരു കളിക്കുന്ന അങ്ങനെ ഫാന് പോലത്തെ ഉണ്ട്. അപ്പോൾ വാങ്ങിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ്. ഒരു കുഞ്ഞു സ്കൂട്ടി, ഒരു നേരത്തിനേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഒരൊറ്റ അത് കണ്ടപാട് ബ്രൂന്നാക്കി. അപ്പോൾ എനിക്ക് വീഡിയോ കാണിക്കാൻ മറന്നല്ലോ എന്ന് വിചാരിച്ചു കണ്ട്. ഇതിന്റെ ഉള്ളില് സാധനം ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ നിൽക്കുക മിച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ ഒരു സാധനം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഗൈസ്. ഇങ്ങനെയൊക്കെ കാണിച്ചു. ഇതിന് കളർ കോമ്പിനേഷൻ ആയാലും ഒരു കുട്ടി വണ്ടി, അതുകൊണ്ട് എനിക്ക് കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. 10 രൂപ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ വാങ്ങിച്ചതാണ്. മാം ഇതിവിടെ ഇങ്ങനെ മൂടി തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ മുട്ടായി ഉണ്ട് ഗൈസ്. മുട്ടായി അത് കഴിഞ്ഞാൽ വേറെ എന്തോ ഉണ്ട് ഗൈസ്. നോക്കി നോക്കാം. അയ്യോ ഇതെന്തിനാ? അതുകൊണ്ട് എല്ലാം പ്രയോജനം. മിഠായി. അപ്പം എന്നിട്ടുണ്ടെയ്യാ നമ്മളെ വണ്ടി ഇങ്ങനെ അല്ല ഇതിങ്ങനല്ലേ, അത് ഇങ്ങനെ അടച്ചു വെക്കുക. ഇതാ എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. അവൻ്റെ വലിയ വണ്ടിയില്ലേ, ആ വണ്ടിക്ക് ഡിക്കി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം എന്ത് കിട്ടിയാലും ആ ഡിക്കി അങ്ങനെ ഡിക്കി എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പം ജംസ് മിഠായിൻ്റെ പല്ലൊക്കെ കിടന്നു. ജെംസ് മിഠായിൻ്റെ എന്നോ പോയി. ജെംസ് മിഠായിൻ്റെ ഒരു കുഞ്ഞു മിനി വെർഷൻ കണ്ടോ ഗസിങ്ങള്? കുഞ്ഞിരാപ്പിയുള്ളൂ, കുഞ്ഞിരാപ്പി.